ഉദ്ഘാടന കർമ്മം ആണ് ഇവിടെ കഴിഞ്ഞിരുന്നത്. നമുക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള മംഗലാപുരത്തിൻ്റെ മുൻ MP-യും അതുപോലെ തന്നെ കർണാടക സംസ്ഥാന BJP-യുടെ മുൻ സംസ്ഥാന പ്രസിഡൻറ്റുമൊക്കെയായിട്ടുള്ള ശ്രീ നളിൻ കുമാർ കട്ടീൽജി അവർകളാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ പാർട്ടിയുടെ സമാരാധ്യരായിട്ടുള്ള കാസർഗോഡ് ജില്ലയിലെ സംഘപരിവാർ പ്രസ്ഥാനത്തിലെ സമാരാധ്യരായിട്ടുള്ള നേതാക്കന്മാരുടെ ഒത്തുചേരൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് ധന്യമായിട്ടുള്ള ഒരു സദസ്സും ഒരു വേദിയുമൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും വികസിത കേരളം എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിലുള്ള കേരള BJP-യും അതുപോലെ തന്നെ നരേന്ദ്രമോദിജിയുടെയും അമിത്ഷായുടെയും നിതിൻ നബീൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ദേശീയ നേതൃത്വവുമൊക്കെ കേരളം മാറണം എന്ന ആശയം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ തുടക്കം കുറിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉദുമ നിയോജക മണ്ഡലം കമ്മിറ്റി അതിൻ്റെ എല്ലാ പ്രൗഢിയോടും എല്ലാ ഗാംഭീര്യത്തോടും കൂടിയിട്ടാണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. വരും ദിവസങ്ങൾക്കുള്ളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉദുമ നിയോജക മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതിനോടനുബന്ധിച്ചിട്ടുള്ള ബാക്കിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ നയിക്കുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യേണ്ട പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഓരോ പ്രവർത്തകനും ഓരോ നേതാക്കന്മാരാണെന്ന് സ്വയം തീരുമാനിക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുകയും പാർട്ടി പറഞ്ഞതിൻ്റെ കൂടെ നിന്നുകൊണ്ട് പാർട്ടി ആലോചിച്ചുറപ്പിച്ച തീരുമാനങ്ങൾക്ക് അനുസൃതമായി ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യാൻ കഴിയുന്ന പ്രാപ്തിയും ഊർജവും ചുറുചുറുക്കുമൊക്കെയുള്ള നേതാക്കന്മാരും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. പ്രിയമുള്ളവരെ, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ മുഖമായി നിന്നുകൊണ്ട് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൽ ഒരു പുതിയ വസന്തകാലം വിരിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന പിന്തുണ നൽകേണ്ട നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഓഫീസിൽ ഉദ്ഘാടന കർമ്മത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞ എല്ലാവർക്കും ഈ അവസരത്തിൽ ഒരു നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പാർട്ടിയുടെ ನಾವು ಗೆಲ್ಲಬೇಕು ಅನ್ನತಕ್ಕಂಥ ಆಸೆ. ಇವತ್ತು ದೇಶದಲ್ಲಿ ಒಂದು ಪರಿವರ್ತನೆಯ ಗಾಳಿ ಬೀಸ್ತಾ ಇದೆ. 2014ರಲ್ಲಿ ನರೇಂದ್ರ ಮೋದಿ ಅವರು ಪ್ರಧಾನಮಂತ್ರಿ ಆದಮೇಲೆ ಇಡೀ ದೇಶದ ವಾತಾವರಣಗಳು ಒಂದು ಪರಿವರ್ತನೆಯ ಕಡೆಗೆ ತೆರಳ್ತಾ ಇದ್ದಾವೆ. ಯಾವಾಗ ಕಾಶ್ಮೀರದಲ್ಲಿ ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿಯ ಧ್ವಜ ಬಿಡಿ ರಾಷ್ಟ್ರಧ್ವಜವನ್ನು ಹಾರಿಸುವುದಕ್ಕೆ ಅಸಾಧ್ಯ ಆಗಿತ್ತು, ಅಂತಹ ಕಾಶ್ಮೀರದಲ್ಲಿ ರಾಷ್ಟ್ರ ಧ್ವಜವನ್ನು ಮಾತ್ರ ಅಲ್ಲ ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿಯ ಧ್ವಜವನ್ನು ಹಾರಿಸುವ ಸ್ಥಿತಿಗೆ ಇವತ್ತು ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿ ತೆರಳಿದೆ. ಪಶ್ಚಿಮ ಬಂಗಾಳ ಇರ್ಬೋದು, ಕೇರಳದಲ್ಲಿ ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿಯ ಒಂದು ಮತಕ್ಷೇತ್ರವನ್ನು ಗೆಲ್ಲಲಿಕ್ಕೆ ಕಷ್ಟ ಅಂತ ಇರತಕ್ಕಂಥ ಕಾಲಘಟ್ಟದಲ್ಲಿ ಸ್ವಾತಂತ್ರ್ಯ ನಂತರದ ಮೊದಲ ಬಾರಿಗೆ ಲೋಕಸಭೆಯನ್ನು ಇವತ್ತು ಕೇರಳದಲ್ಲಿ ಗೆದ್ದಿದ್ದೇವೆ, ತಿರುವನಂತಪುರದಲ್ಲಿ ನಗರಸಭೆಯನ್ನು ಗೆದ್ದಿದ್ದೇವೆ. ಹಾಗಾಗಿ ಉದುಮ ಕ್ಷೇತ್ರವನ್ನು ಗೆಲ್ಲುವುದು ಕಷ್ಟ ಇಲ್ಲ ಅನ್ನತಕ್ಕಂಥ ಸಂದೇಶವನ್ನು ಮುಂದಿನ ಚುನಾವಣೆಯಲ್ಲಿ ನಾವು ತೋರಿಸಿದ್ದೇವೆ. ಹಾಗಾಗಿ ಉದುಮ ಚುನಾವಣೆಯನ್ನು ಗೆಲ್ಲಲಿಕ್ಕೆ ಪೂರ್ವ ತಯಾರಿಯಾಗಿ ಕಾರ್ಯಾಲಯ ಪ್ರಾರಂಭ ಆಗಿದೆ. ಇಡೀ ದೇಶದಲ್ಲಿ ಜನ ಇವತ್ತು ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿಯ ಕಡೆಗೆ ನೋಡ್ತಾ ಇದ್ದಾರೆ. ಕಾರಣ ನರೇಂದ್ರ ಮೋದಿಯವರ ಆಡಳಿತ, ಪ್ರಬುದ್ಧವಾಗಿರ್ತಕ್ಕಂಥ ಚಿಂತನೆ, ವಿದೇಶಾಂಗ ನೀತಿ, ಅಭಿವೃದ್ಧಿ ಪರವಾಗಿರ್ತಕ್ಕಂಥ ರಾಷ್ಟ್ರ ಮುನ್ನಡೆಸತಕ್ಕಂಥ ಕರ್ತವ್ಯ, ಕೋವಿಡ್ನಂಥ ಸಂದರ್ಭದಲ್ಲಿ ನಿರ್ವಹಣೆ, ಇವತ್ತು ಇಡೀ ಜಗತ್ತು ಯುದ್ಧವ ಭೂಮಿಯಾಗಿದ್ದರೂ ಸಮೇತ ಭಾರತ ಇವತ್ತು ಶಾಂತಿಯುತವಾಗಿರುವುದಕ್ಕೆ ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿ ಆಡಳಿತ, NDA ಆಡಳಿತ, ನರೇಂದ್ರ ಮೋದಿ ಆಡಳಿತ ಕಾರಣ. ಹಾಗಾಗಿ ಇವತ್ತು ಜಗತ್ತು ಯಾರ ಕಡೆಗೆ ನೋಡ್ತಾ ಇದೆ ಹೇಳಿದ್ರೆ ಭಾರತದ ಕಡೆಗೆ ನೋಡ್ತಾ ಇದೆ. ಹಿರಿಯನ್ನ ಅಮೇರಿಕ, ಇಸ್ರೇಲ್ ಸೇರಿ ಇರಾನ್ಗೆ ಬಾಂಬ್ ಹಾಕಿದ್ರು ಸಮೇತ ಜಗತ್ತಿನ ಜನ ಯಾರನ್ನು ಕೇಳ್ತಾ ಇದ್ದಾರೆ ಹೇಳಿದ್ರೆ ನರೇಂದ್ರ ಮೋದಿಯನ್ನು ಕೇಳ್ತಾ ಇದ್ದಾರೆ. ಬನ್ನಿ ಒಂದ್ಸಾರಿ ಯುದ್ಧವನ್ನು ನಿಲ್ಲಿಸಿ ಅಂತ ಕೇಳುವ ಸ್ಥಿತಿಗೆ ಹೋಗಿದೆ. ಹಿಂದೆ ನಾವು ಕೇಳುವ ಸ್ಥಿತಿ ಇತ್ತು, ಒಂದ್ಸಾರಿ ಪಾಕಿಸ್ತಾನವನ್ನು ಹಿಂದೆ ಕಳಿಸಿ, ಚೀನಾವನ್ನು ಹಿಂದೆ ಕಳಿಸಿ, ರಷ್ಯಾವನ್ನು ನಿಲ್ಲಿಸಿ. ಆದರೆ ಇವತ್ತು ಜಗತ್ತಿನ ಜನ ಭಾರತದ ಕಡೆಗೆ ನೋಡ್ತಾ ಇದ್ದಾರೆ. ಇದು ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿಯ ಆಡಳಿತದ ವ್ಯವಸ್ಥೆ. ಇವತ್ತು ಜಗತ್ತು ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿಯ ಆಡಳಿತ, ನರೇಂದ್ರ ಮೋದಿ ಆಡಳಿತವನ್ನು ಒಪ್ಕೊಳ್ತಾರೆ. ಇವತ್ತು ದೇಶದಲ್ಲಿ ಎಲ್ರಿಗೂ ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿ ಆಡಳಿತ ಬೇಕು ಅನ್ನತಕ್ಕಂಥ ಕಾಲಘಟ್ಟದಲ್ಲಿದ್ದೇವೆ. ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿ ಒಂದ್ಸಾರಿ ಅಧಿಕಾರಕ್ಕೆ ಬರಬೇಕು. ಹಾಗಾಗಿ ದೇಶದ ಎಲ್ಲ ರಾಜ್ಯಗಳು ಇವತ್ತು ಪರಿವರ್ತನೆ ಗಾಳಿಯಲ್ಲಿದೆ. ಮುಂದಿನ ತಿಂಗಳು ನಡೆಯತಕ್ಕಂಥ ಚುನಾವಣೆಯಲ್ಲಿ ಪಶ್ಚಿಮ ಬಂಗಾಳ ಇದೆ, ಅಸ್ಸಾಂ ಇದೆ, ಕೇರಳ ಇದೆ, ತಮಿಳುನಾಡು ಇದೆ. ಇವತ್ತಿನ ಅಂಕಿಅಂಶಗಳ ಪ್ರಕಾರ
ಅಸ್ಸಾಮಲ್ಲಿ ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿ ಅಭೂತಪೂರ್ವವಾಗಿರ್ತಕ್ಕಂಥ ಗೆಲುವನ್ನು ಕಾಣಿಸುತ್ತೆ. ಪಶ್ಚಿಮ ಬಂಗಾಳದಲ್ಲಿ ಅಭೂತಪೂರ್ವವಾಗಿರ್ತಕ್ಕಂಥ ಗೆಲುವನ್ನು ಕಾಣಿಸುತ್ತೆ. ತಮಿಳುನಾಡಿನಲ್ಲಿ ನಾವು ನಿರೀಕ್ಷೆಯಿಂದ ಮೀರಿ ಹೋಗ್ತೇವೆ ಮತ್ತು ಕೇರಳದಲ್ಲೂ ಅತಿ ಹೆಚ್ಚು ಸ್ಥಾನಗಳನ್ನು ಪಡೆಯತಕ್ಕಂಥ ಸರ್ವೆಗಳು ಇವತ್ತು ಬರ್ತಾ ಇದೆ. ಹಾಗಾಗಿ ಆ ಕಾಲಘಟ್ಟದಲ್ಲಿ ಚುನಾವಣೆಯ ಪೂರ್ವ ತಯಾರಿಯಾಗಿ ನೂತನವಾಗಿರ್ತಕ್ಕಂಥ ಕಾರ್ಯಾಲಯದ ಉದ್ಘಾಟನೆ ಆಗಿದೆ. ನನಗೆ ವಿಶ್ವಾಸ